കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വൈശാഖനുമായ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. നാടിനെ നടുക്കിയ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പെരുമാറാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ ക്രൈം കാണിക്കാൻ കഴിയുമോ എന്നൊക്കെ സംശയം ഉണ്ടാക്കിയ വലിയ ഒരു കൊലപാതകമായിരുന്നു അത്. വിളിച്ചു വരുത്തി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. പെൺകുട്ടിയെ കഴുത്തിൽ കുടുക്കിട്ട് സ്റ്റൂളിൽ നിർത്തുന്നു, സ്റ്റൂൾ തട്ടി അതിനെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ജീവൻ പൂർണ്ണമായി പോകുന്നതിന് മുമ്പ് പിന്നെയും ഉപദ്രവിച്ചു, ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണത്. അപ്പോൾ അത് ഓർക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊടുങ്ക്രൂരതയാണത്. ആ കൊടുങ്ക്രൂരതയിലുള്ള തെളിവെടുപ്പാണ്. ഏറ്റവും കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇയാളും വൈശാഖനും ഭാര്യയും കൂടിയാണ് മൃതദേഹം കാറിൽ കയറ്റുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുന്നു. അജി, എവിടൊക്കെ ഇപ്പോൾ ഇത് ഒരു മനുഷ്യസാധ്യമല്ലാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അക്രമം കാണിക്കാൻ പറ്റുമോ എന്ന സംശയം ഉണ്ടാകുന്ന അങ്ങേയറ്റം ക്രൂരമായൊരു കൊലപാതകം, കേവല കൊലപാതകം എന്നതിനപ്പുറം അങ്ങേയറ്റം ക്രൂരമായ മോഡസ് ഓപ്പറാണ്ടി ആയിരുന്നു അതിന്. ഇയാളെ എവിടെയൊക്കെ കൊണ്ട് തെളിവെടുക്കും, ഇയാളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ തെളിവെടുപ്പിനിടെ പോലീസ് ചോദിച്ചറിയും? അജി, ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് എലത്തൂരിൽ നടന്നത്. ഇപ്പോൾ വൈശാഖനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിനായിട്ട് ഇവിടെ എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ഭാര്യയ്ക്ക് അറിയാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വൈശാഖൻ പറഞ്ഞത്. ഈ വൈശാഖന്റെ ഈ സ്ഥാപനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയത്. ഇവിടെ നിന്ന് കൃത്യമായി തന്നെ ഈ തെളിവെടുക്കുകയും ചെയ്തു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഫെബ്രുവരി 5 വരെയാണ് വൈശാഖൻ പോലീസ് കസ്റ്റഡിയിലുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വൈശാഖന്റെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ അതിനു മുൻപ് മാധ്യമപ്രവർത്തകർ വൈശാഖനോട് ചോദിച്ചിരുന്നു, ഈ കൊലപാതകം താങ്കൾ തന്നെയാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്നാണ് വിശാഖൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം തന്നെ അവസാനമായി പറഞ്ഞതും ഹഷ്മിയും കേട്ട് കാണും. ഇത് ഭാര്യയ്ക്ക് അറിയാം എന്നായിരുന്നു വൈശാഖൻ പറഞ്ഞത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞു കേട്ടിരുന്ന എന്താണ്, ഈ പെൺകുട്ടിയും ഇയാളും തമ്മിൽ ഏറെ നാളത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ 16 വയസ്സൊക്കെ മുതൽ തന്നെ ഇയാൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി. അതിന് പ്രകാരം പോക്സോ കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും കുടുംബം അറിയും എന്നുള്ള ആശങ്കയിൽ എന്നാൽ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കൊന്നു എന്നാണല്ലോ പ്ലോട്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഇത് മൊത്തം അറിയാമെങ്കിൽ അത് നിലനിൽക്കില്ല അജി. അപ്പോൾ മറ്റെന്തോ ഉണ്ടതിൽ. തീർച്ചയായും പോലീസ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ് ഹഷ്മി. കാരണം നമുക്കത് ഔദ്യോഗികമായി നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കൃത്യമായി അന്വേഷണ സംഘം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത തരേണ്ടത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്, ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാമായിരുന്നോ, ഈ കൊലപാതകം അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്നുള്ള ഒരു ഒറ്റ വാക്കിൽ മറുപടി മാത്രമാണ് വൈശാഖൻ പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു സ്ഥിരീകരണം തരേണ്ടത് പോലീസ് തന്നെയാണ്. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിക്കെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വൈശാഖന്റെ സ്ഥാപനത്തിൽ എത്തി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ എടുത്തു പറയേണ്ടത്. ഏതായാലും കൃത്യമായി തന്നെ ഈ പോലീസ് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ വൈശാഖന്റെ ഈ സ്ഥാപനത്തിൽ ഉള്ള CCTV ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിൽ നിരവധി തെളിവുകൾ പോലീസിന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ നാട്ടിലൊക്കെ തന്നെയും ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ വൈശാഖിനെ പറ്റി ഒരു നല്ല അഭിപ്രായമായിരുന്നു കേട്ടത്. ഒരു തെറ്റുകാരനല്ല എന്ന തലത്തിലുള്ള ഒരു ആത്മഹത്യ എന്ന് കരുതിയിരുന്നതാണ്. അങ്ങനെയല്ല, വിളിച്ചു വരുത്തി സ്റ്റൂൾ തട്ടിമാറ്റി, ഒരുമിച്ച് ആത്മഹത്യയാണെന്ന് വിളിച്ചു വരുത്തി സ്റ്റൂൾ തട്ടിമാറ്റി കൊല്ലുകയായിരുന്നു. അതിനുശേഷം ഇത് ഭാര്യ അറിയും എന്ന ആശങ്കയിലായിരുന്നു എന്നാണ് ഇയാൾ എന്ന മൊഴി നൽകിയത്. പക്ഷേ ഭാര്യയ്ക്ക് എല്ലാം അറിയാമായിരുന്നെങ്കിൽ ആ കഥ നിൽക്കില്ല എന്താണെന്ന് പോലീസ് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.